വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. അവർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും മാറ്റമുണ്ടാകുമ്പോൾ ആവശ്യമാണെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാമെന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നാടെമ്പാടുമുള്ള ജനങ്ങൾ വളരെ ഉത്കണ്ഠയോടുകൂടി എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുന്നത് കൊണ്ട് മറ്റു തരത്തിലുള്ള വാർത്തകളും അറിയിപ്പുകളും വരുന്നതിനേക്കാൾ നല്ലത് ആധികാരികമായ ഒരറിയിപ്പാണ് കൂടുതൽ പ്രസക്തമെന്ന് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞ് പ്ലസ് ഓർ മൈനസ് എന്തായാലും ആ മാറ്റമുണ്ടാകുമ്പോൾ മാറ്റം ജനങ്ങളെ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ രോഗമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിൻ്റെ മഹാനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. കേരളത്തിലെ സാഹിത്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാനും വഴിത്തിരിവുകൾ സൃഷ്ടിക്കാനും ശ്രമിച്ചിട്ടുള്ള പ്രതിപാദനനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്നും അറിയാൻ ഇനിയും കേരളം കൊതിക്കുന്നുണ്ട്. അങ്ങനെ കൊതിക്കുന്നവരുടെ ആശിസ്സുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രത്യാശിക്കുന്നത്. മകളുണ്ടായിരുന്നു, മറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരോടും അവരും ഇവിടെ ലഭിക്കുന്ന ശുശ്രൂഷയെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയോ അവർക്കൊരു പരാതിയോ എന്തെങ്കിലും ചെയ്യണമോ എന്ന് നേരത്തെ മുഹമ്മദ് റിയാസിലൂടെ വന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ് ലഭിക്കുന്നത് എന്നാണ് അവരുടെ ഒരു പൊതുവെയുള്ള ഇത്. അവരോട് മിനിസ്റ്റർ സംസാരിച്ചല്ലേ, മോളോടും മറ്റുള്ളവരോടും സംസാരിച്ചു. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹം വേഗം നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. പ്രാർത്ഥനയും ചികിത്സയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ടി വാസുദേവൻ നായരെ ആശുപത്രിയിൽ കണ്ടതിന് ശേഷമാണ് മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത്. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ഡി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം. മന്ത്രി പി എ മുഹമ്മദ് റിയാസും എം എൻ കാരശ്ശേരിയും അദ്ദേഹത്തെ നേരത്തെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. അവരുടെ പ്രതികരണത്തിലേക്ക്. 2 ദിവസം മുമ്പ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ശ്വാസതടസ്സം കൊണ്ടാണ്. അപ്പോൾ അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് പറയാവുന്നൊരു കാര്യം അത് ക്രിട്ടിക്കലാണ്. ശരീരത്തിൽ പ്രാണവായു ഓക്സിജൻ കുറവാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഒന്നും പറയാൻ കഴിയാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. കണ്ടു, ഡോക്ടർമാരുമായി സംസാരിച്ചു, ബഹുമാന്യ MTയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അല്ല, അതെ, ഡോക്ടർമാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ കുടുംബാംഗമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, ഇപ്പോൾ എ കെ ശശീന്ദ്രൻ വനമന്ത്രി പറഞ്ഞതുപോലെ നാടിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും ഒപ്പം ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയും ഇത് രണ്ടും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ ഷഹദ്? വിജയകുമാർ, 11 മണിയോടുകൂടിയായിരുന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഹൃദയസ്തംഭനം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. 11 മണിക്കായിരുന്നു ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അല്പസമയം മുൻപ് കൂടി നമ്മൾ ആശുപത്രി അധികൃതരുമായും അതുപോലെ തന്നെ ഡോക്ടർമാരുമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥിതി തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഒരു നിമിഷം ഷഹദ് തുടരുക. ഇപ്പോൾ ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടത്തിന്റെ ഒപ്പം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ദീപക്, മിനിസ്റ്റർ MDയെ കണ്ടതിന് ശേഷം ആശുപത്രിക്ക് പുറത്തേക്ക് വന്നതാണ്. എന്താണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദീപക്.
വിജയകുമാർ ഏറ്റവും ഒടുവിൽ MTA ആശുപത്രിക്കകത്ത്, അതായത് ICUവിലകത്ത് കയറി കണ്ടത് മന്ത്രി AK ശശീന്ദ്രനാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും ഒടുവിലുള്ള ആരോഗ്യ നിലയും അതുപോലെ ഡോക്ടർമാരുമായി സംസാരിച്ചു. ആരോഗ്യ നിലയിൽ വലിയ പുരോഗതി ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മന്ത്രി AK ശശീന്ദ്രൻ തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്ററാണ് ഏറ്റവും ഒടുവിൽ MTA കണ്ടത്. MTയുമായി വളരെ അടുപ്പവും അങ്ങേക്കുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും അനുകൂലമായോ പ്രതികൂലമായോ കാണുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ 11:15 പുറപ്പെടുവിച്ച മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുള്ള സ്ഥിതി തുടരുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് മലയാളക്കരയിലെ മുഴുവൻ ജനങ്ങളും MTക്ക് എന്ത് പറ്റിയെന്നറിയാൻ ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അനുകൂലമായ പ്രതികരണമുണ്ടായാലും പ്രതികൂലമായ പ്രതികരണം ജനങ്ങളെ അറിയിക്കുന്നത് നന്നായിരിക്കും. ബുള്ളറ്റ് ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗിക അറിയിപ്പായി അത് വീണ്ടും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കണം, വേണ്ടി വന്നാൽ ഇറക്കാമെന്ന് പറഞ്ഞു. കാരണം എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൽ അനുകൂല മാറ്റമായാലും പ്രതികൂലമായ മാറ്റമുണ്ടായാലും ജനങ്ങളെ ഔദ്യോഗികമായി അറിയിക്കും. അതിന് അവരുടെ ലാസ്റ്റ് പ്രതികരണം ബുള്ളറ്റിനിൽ പറയുന്നതാണ്. അതാണ് അവസാനത്തെ നില എന്നൊരു ആ നില ചെയ്യുന്നതിന് അവർക്ക് പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാണുമ്പോൾ വലിയ അവശത അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്നാണ്. ശ്വാസം ഇത് വെച്ച് വലിക്കുന്നുണ്ടെങ്കിലും മറ്റ് പ്രതികരണങ്ങളൊന്നുമില്ല. പക്ഷേ കയ്യും കാലുമൊക്കെ അനങ്ങുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, MTക്ക് ആളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, കാരണം അങ്ങുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ഇല്ല, എന്നെ തിരിച്ചറിഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. തിരിച്ചറിഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. അതെ, എല്ലാം പറയുന്നത് മൂളിക്കേൾക്കുന്ന ഒരു അത് യാന്ത്രികമായാണോ അല്ലയോ എന്ന് നമുക്ക് പറയാം. കാരണം മൂളൽ എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷമം കൊണ്ടുള്ളതാണോ അല്ല മനസ്സിലായതിൻ്റെതാണോ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യൻ നമ്മളോട് മിണ്ടിയില്ല കണ്ടില്ല എന്ന് പറയുന്ന ഒരു പരാതി ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു നേരിയ പുരോഗതി പോലും ഇല്ല എന്നുള്ളതാണ് മന്ത്രിയോട് പറഞ്ഞത്. നേരത്തെയുള്ള നിലയിൽ നിന്ന് നേരത്തെ ഒരു 11 മണിക്കുള്ള നിലയിൽ നിന്ന് ഒരു മാറ്റവും ഇപ്പോഴില്ല. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ബുള്ളറ്റ് മുഖാന്തരം ജനങ്ങളെ അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ജീവൻ നിലനിർത്തിക്കൊണ്ട് മെച്ചപ്പെടാനുള്ള പ്രാർത്ഥനയ്ക്കാണ് ഇവിടെ അവസരമുള്ളത്. നല്ല പ്രാർത്ഥനയും നല്ല ചികിത്സയും കൊണ്ട് അദ്ദേഹം ഊർജ്ജസ്വലനായി തിരിച്ചു വരട്ടെ വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകന്മാരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത്. മിനിസ്റ്റർ, ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? കാരണം MT പല പ്രാവശ്യം ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരുന്നു. ആ സമയത്തെല്ലാം തന്നെ MT തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് നമുക്ക് വകയുണ്ടോ? എന്താണ് അങ്ങ് അവസാനമായി കണ്ട സമയത്ത് തോന്നിയത്? എനിക്ക് തോന്നിയത് പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്നാണ്. ഓക്കെ, അത് തന്നെ ആവട്ടെ. കേരളം ആകെ ആശ്വാസമായ ഒരു പ്രതികരണമാണ്. വിജയകുമാർ, ഇതിൽ മിനിസ്റ്റർ പറയുന്നത് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയാണ്, ഒരു പ്രതികരണമാണ് 24-നൊപ്പം മിനിസ്റ്റർ നടത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ ICUവിൽ MTയെ കണ്ടത്. MTയോട് അദ്ദേഹം സംസാരിച്ചു. തിരിച്ച് പ്രതികരണം ഉണ്ടായിരുന്നില്ല, ഒരു ഞരക്കം മാത്രമാണ് ഉണ്ടായത്. ശ്വാസം കൃത്യമായി MTക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതായത് കൃത്രിമ ശ്വാസ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ പോലും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുമാണ്. അദ്ദേഹം നേരിട്ട് ICUവിൽ കയറി കണ്ടതിന് ശേഷം AK ശശീന്ദ്രൻ ഇപ്പോൾ പ്രതികരിച്ചത്. മറ്റൊന്ന്, ഡോക്ടേഴ്സുമായി സംസാരിച്ചു. ഡോക്ടേഴ്സ് ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിന് ശേഷമുള്ള പ്രതികരണം കൂടി അല്പസമയത്തിനകം തന്നെ ഇറക്കാൻ വേണ്ടി മന്ത്രി നിർദ്ദേശിച്ചു എന്നും അറിയിച്ചിരിക്കുകയാണ്. വിജയകുമാർ. ശരി ദീപക്, ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ MT ചികിത്സയിലാണ്. നേരത്തെ മന്ത്രി PA മുഹമ്മദ് റിയാസ് അതുപോലെ MN കാരശ്ശേരിയൊക്കെ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ മന്ത്രി ശശീന്ദ്രനും അദ്ദേഹത്തെ കണ്ടു. അതിനുശേഷമാണ് സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. ആവശ്യമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പിന്നീട് ഇറക്കും. 11:15 ബേബി മെമ്മോറിയൽ ആശുപത്രി അവസാനം മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയത്. അതേ നില തുടരുന്നു എന്നാണിപ്പോൾ മന്ത്രിയോട് ഡോക്ടേഴ്സ് അറിയിച്ചത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ചികിത്സാ വിവരങ്ങൾ തേടിയിട്ടുണ്ട്, അത് വിലയിരുത്തിയിട്ടുണ്ടെന്ന് നേരത്തെ മന്ത്രി PA മുഹമ്മദ് റിയാസും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മനം നൊന്ത് ജീവനൊടുക്കി.
സെക്രട്ടറിക്കും ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി ഇടുക്കി കട്ടപ്പനയിൽ ബാങ്കിനു മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി. മുളങ്ങാട്ടുശ്ശേരിയിൽ സാബുവിനെയാണ് CPM നിയന്ത്രണത്തിലുള്ള റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ചോദിച്ചെത്തിയ തന്നെ അസഭ്യം പറഞ്ഞെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശം. പെങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച മുതലക്കോട് ആശുപത്രിയിൽ യൂട്രസ് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആകേണ്ടതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പുള്ളി ബാങ്കിൽ ചെല്ലുകയും 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വൈഫിന് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പൈസ കൊടുക്കാതിരിക്കുകയും അവിടെ ബാങ്കിൽ എന്തോ വാക്കുതർക്കം ഉണ്ടാകുകയും എന്തെന്നുള്ളത് ഉണ്ടായതായിട്ടാണ് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ബാങ്കുകാർ വിളിച്ച് പുള്ളിയെ ഭീഷണിപ്പെടുത്തായിട്ടാണ് അറിവ്. നീ ബാങ്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി, നിനക്കെതിരെ കേസ് കൊടുക്കും, നടപടിയെടുക്കും, വെറുതെ വിടില്ല എന്നുള്ളൊരു ഭീഷണി ഉണ്ടായതായിട്ടുള്ളതാണ് അറിവ്. ആ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടാണ് പുള്ളി മാനസിക വിഷമം കയറി ആത്മഹത്യയിലേക്ക് പുള്ളിയെ നയിച്ചതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും രംഗത്തെത്തി. കട്ടപ്പന നഗരസഭാ പരിധിയിൽ 5 മണിവരെ ഹർത്താൽ ആഹ്വാനം നടത്തിയിട്ടുണ്ട്. തെറ്റുകാരെ സംരക്ഷിക്കില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ നിലപാടുകൾ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സംരക്ഷിക്കുന്ന നിലപാട് CPMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആത്മഹത്യക്കിടയായ കാരണങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തുന്ന അടിസ്ഥാനത്തിൽ CPM നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. രാഷ്ട്രീയമായി UDF പിന്നെ വിഷയദാരിദ്ര്യം നേരിടുന്നൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം കണ്ടാൽ വളരെ വേഗം അത് രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണോ? മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ അനുവദിച്ചിരുന്നില്ല നേരത്തെ അവിടെ നാട്ടുകാർ. ഇപ്പോഴും അതേ സാഹചര്യമാണോ? വിജയകുമാർ, അതേ സാഹചര്യം തന്നെയാണ്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ മൃതദേഹം കൊണ്ടുപോകണമെങ്കിൽ RDO ഉൾപ്പെടെ എത്തുകയും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുകളുണ്ട്. 3 പേരുടെ പേര് എഴുതി വെച്ചിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പാണ്. അതിൽ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അത് നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഈ സമരവും പ്രതിഷേധവും അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ റോഡ് ഉപരോധിച്ച് UDFും കോൺഗ്രസും BJPയും ഇപ്പോൾ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഇന്ന് വൈകുന്നേരം വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായികളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. തെറ്റുകാരെ സംരക്ഷിക്കില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഈ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ അതീവ ഗൗരവമുള്ളത് തന്നെയാണ്. അതിലെന്താണ് പോലീസ് തുടർ നടപടി സ്വീകരിക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പ്രതിഷേധം തുടരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ വിഷയത്തിൽ നിലപാടെടുക്കണം. നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതികളിൽ, അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കാണാതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. രാഹുൽ വിജയൻ തുടരുന്നുണ്ട്. രാഹുൽ, നാട്ടുകാരുടെ പ്രതിഷേധം, അവർ ഉന്നത ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തണം, ഈ വിഷയത്തിൽ തീരുമാനമുണ്ടായാൽ മാത്രമേ തുടർ നടപടികൾ അനുവദിക്കൂ എന്നാണോ? അതിലെന്തെങ്കിലും ചർച്ചകൾക്കോ വല്ല നീക്കമുണ്ടാകുമോ? നിലവിൽ പോലീസുകാരുമായിട്ടുള്ള ചർച്ച പരാജയമായിരുന്നു. ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ഈ 3 ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടായിരുന്ന 3 പേരിൽ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരുപോലെ പറയുന്നത്. ആ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഈ ബാങ്കിന്റെ ബോർഡ് ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം വലിച്ച് നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നു. അതിനുശേഷമാണ് ഈ റോഡ് ഉപരോധിക്കുന്ന നടപടിയിലേക്ക് ഇപ്പോൾ എന്തായാലും പോയിരിക്കുന്നത്. ഇനിയും ഈ 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഹർത്താലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താലിന്റെ ഭാഗമായിട്ട് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാബു കുറച്ചധികം നാള് വിദേശത്തായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് വന്നൊരു വ്യാപാര സ്ഥാപനമൊക്കെ തുടങ്ങി. വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിച്ച ഏകദേശം 35 ലക്ഷത്തോളം രൂപ ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ 25 ലക്ഷത്തോളം രൂപ ഇനിയും കിട്ടാനുണ്ട്. കഴിഞ്ഞ ദിവസം സാബുവിന്റെ ഭാര്യ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ചികിത്സാർത്ഥമായി 2 ലക്ഷം രൂപയോളം ഈ ബാങ്കിലോട് ആവശ്യപ്പെടുകയായിരുന്നു. അതായത് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന
കൊടുത്തിരിക്കുന്ന പൈസ ആവശ്യപ്പെടുകയായിരുന്നു. അത് പലിശ മാത്രമേ ഈ 2 ലക്ഷം രൂപ വരികയുള്ളൂ. ആ പണം ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാൻ തയ്യാറായില്ല. 50 ലക്ഷം രൂപ വേണമെങ്കിൽ തരാമെന്ന് ബാങ്ക് ജീവനക്കാർ പറയുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബാങ്കിലെ ജീവനക്കാർ, സെക്രട്ടറിയും അതുപോലെ തന്നെ മറ്റു 2 ജീവനക്കാരും ചേർന്ന് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണവും ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മനം തോന്നുള്ള രാഹുൽ, ഇതിൽ അദ്ദേഹം നിക്ഷേപിച്ച പണം, അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കുക, അതിന് നിബന്ധന വെക്കുക, അതപ്പോൾ അത് കിട്ടണം, അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അസഭ്യം പറയുക, പിടിച്ചു തള്ളുക, ഇതൊക്കെയാണല്ലോ അവിടെ സംഭവിച്ചത്. അത് ആത്മഹത്യാക്കുറിപ്പിലും എഴുതിയിട്ടുണ്ട്. ഇതിൽ തുടർ നടപടികൾ പോലീസ് കൈക്കൊള്ളേണ്ടതല്ലേ? 1, 2 ഈ ഇതിൽ ആരോപണ വിധേയനായ സെക്രട്ടറിയും ജീവനക്കാരും എവിടെയാണ്? അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവർക്ക് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ? നിലവിൽ ഈ സെക്രട്ടറിയും മറ്റ് ജീവനക്കാരും ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അവരുടെ പ്രതികരണം ഇതുവരെ കിട്ടിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണമാണ്. അതായത് CPMന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് ആയതുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം വന്നു. ഏതെങ്കിലും വിധത്തിൽ ജീവനക്കാർ കുറ്റക്കാരാണെങ്കിൽ അവരെ സംരക്ഷിക്കില്ല എന്നുള്ളതായിരുന്നു മറുപടി. മറിച്ച് ഈ ബാങ്കിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 കൊല്ലം മുമ്പാണ് ഈ ബാങ്കിന്റെ ഭരണം LDF CPM നിയന്ത്രണത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിനു മുമ്പും ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് CPM തന്നെ ആരോപിക്കുന്നുണ്ട്. എന്നിരുന്നാലും പണം കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് എങ്കിൽ അത് കൃത്യമായി പറയേണ്ടതാണ്. പക്ഷേ ഈ ബാങ്ക് അധികൃതർ CPM ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് 80 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിരുന്നു. 60 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി 20 ലക്ഷം മാസ തവണ വ്യവസ്ഥയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ എന്നറിയില്ല. CPM-ഉം കോൺഗ്രസും അതുപോലെ തന്നെ BJP-യും ഒരു രാഷ്ട്രീയ ആയുധമായി വിഷയദാരിദ്ര്യത്തിന്റെ പേരിൽ ഈ സമരം നടത്തുന്നു, പ്രതിഷേധിക്കുന്നു എന്നുള്ളതും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ ആളുകൾക്ക് ഈ പണം ഇവിടെ ഇനി തിരിച്ചു കിട്ടാത്തതുണ്ടോ, നിക്ഷേപിച്ച തുകകൾ കിട്ടാത്തതുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പേർ പരാതിയുമായി വരാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. വിജയകുമാർ. യെസ്, ഏതായാലും ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ ഗുരുതരമാണ്. അതിൽ എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നറിയില്ല. മുളങ്ങാട്ടുശ്ശേരിയിലെ സാബു CPM നിയന്ത്രണത്തിലുള്ള റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് പണം നിക്ഷേപിച്ചത്. 80 ലക്ഷം ഉണ്ടായിരുന്നു. ആ പണം ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുത്തില്ല എന്നും അത് ചോദിച്ചെത്തിയ അദ്ദേഹത്തെ അസഭ്യം പറഞ്ഞു, പിടിച്ചു തള്ളി, കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ എത്താതെ മൃതദേഹം അവിടെ നിന്ന് വിട്ടുകൊടുക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീഖ് വധശ്രമ കേസിൽ ശിക്ഷാവിധി ഉച്ചയ്ക്ക്. കേരള മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ ഇടുക്കി കുമളിയിലെ ഷഫീഖ് വധശ്രമ കേസിൽ പിതാവ് ഷെരീഫും രണ്ടാനമ്മ അലീഷയും കുറ്റക്കാർ. ഇരുവർക്കുമുള്ള ശിക്ഷ അല്പസമയത്തിനകം തൊടുപുഴ സെഷൻസ് കോടതി വിധിക്കും. 11 വർഷം മുൻപാണ് 5 വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഷഫീഖിന്റെ ശരീരം തളർന്നുപോയിരുന്നു. ഷഫീഖിനെ പരിചരിക്കുന്ന നഴ്സ് രാഗിണിയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. ഏറ്റവും അധികം സന്തോഷമുണ്ട്. അവൻ എന്തോരം വേദനിച്ചോ, അവൻ എന്തോരം പുറലോകമായിട്ട് ജീവിക്കാൻ പറ്റാതിരിക്കുന്നു, അവൻ എന്തൊക്കെ നഷ്ടങ്ങൾ ഈ ജന്മത്തിൽ വന്നു. അപ്പം അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള ഒരു അർഹതപ്പെട്ട ശിക്ഷയായിരിക്കണം അവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു ശിക്ഷയിലും ഈ കേരളത്തിലെ ഈ മക്കളെ വേദനിപ്പിക്കൽ, കൊല്ലൽ, അടിക്കൽ, പൊള്ളിക്കൽ ഇതോടുകൂടി നിർത്തണം. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇപ്പോൾ രാഗിണി പറയുന്നത് പോലെ കേരളത്തിൽ കുഞ്ഞുങ്ങളെ നോവിക്കുന്ന, അവരോട് ഇത്ര ക്രൂരമായി പെരുമാറുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പാഠമാകുന്ന ശിക്ഷ അതായിരിക്കുമോ കോടതിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇവർക്ക് ഇവരുടെ കാര്യത്തിൽ ഏതൊക്കെ ശിക്ഷ, അല്ല എന്ത് ശിക്ഷ നൽകണമെന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇനി വാദിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന ആ തരത്തിലേക്ക് വാദിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം ഇത്തരത്തിലുള്ള കേസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം കൂടിയാണ് കേരളം. നമ്മൾ ഒട്ടനവധി കണ്ടിട്ടുമുണ്ട്. എങ്കിലും പ്രോസിക്യൂഷൻ സ്വാഭാവികമായും കടുത്ത ശിക്ഷ വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആവശ്യം ഒരു ജീവപര്യന്തം ശിക്ഷ വരെ നൽകണം എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യം എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അല്പസമയത്തിനകം കോടതി ഉച്ചഭക്ഷണത്തിന് ശേഷം ഈ കേസിൽ വിധി പറയാനായി വരും. അല്പസമയം മുമ്പാണ് ഇരുവരും, ഈ പിതാവും രണ്ടാനമ്മയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഒരു കാര്യം ഓർക്കണം,
ഈ രണ്ടുപേരെയും കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ്. 4.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്താൻ, അതും മൃഗീയമായി മർദ്ദിച്ചു കൊലപ്പെടുത്താൻ, തലയ്ക്കൊക്കെ അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ ഈ രണ്ടുപേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അഡീഷണൽ സെഷൻസ് കോടതി, ജില്ലാ സെഷൻസ് കോടതി 1 ആണ് ഈ ശിക്ഷ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇവർ കുറ്റക്കാരാണ്. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ശിക്ഷ ഇവർക്ക് കിട്ടും എന്നറിയാം. ഇത് നടക്കുന്നത് 2013 വർഷത്തിലാണ്. അന്ന് ഈ കുഞ്ഞിന് നേർക്ക് അതിക്രൂരമായ ആക്രമണം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾക്ക് മറ്റ് മക്കളുണ്ടെന്നും അപസ്മാരമുള്ള കുട്ടി കട്ടിലിൽ നിന്നും വീണപ്പോഴുണ്ടായ പരിക്കുകളാണ് ശരീരത്തെ പൊള്ളലും മറ്റ് പരിക്കുകളും എന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്ക് സംശയമുണ്ടായി. തുടർന്ന് അവർ പോലീസിനെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം പരിശോധനകളിലാണ് ഈ കുഞ്ഞിനെ പിതാവും രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതാണെന്ന് മനസ്സിലായത്. 150-ലേറെ പരിക്കുകൾ ആ പിഞ്ച് ശരീരത്തുണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ക്രൂരർക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരുന്നാൽ മതി. നേരത്തെ ഷഫീഖിനെ പരിചരിക്കുന്ന ആ നേഴ്സ് രാഗിണി അവരുടെ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ മുഴുവൻ ഇത്തരം ക്രൂരകൃത്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഒരു പാഠമാകാവുന്ന ശിക്ഷാവിധി തന്നെ കോടതിയിൽ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം വിചാരണ കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കും. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഭരണ പ്രതിപക്ഷ പോരിൽ ചൂടേറിയ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചു. അംബേദ്കറെ ചൊല്ലിയുള്ള വാക്പോരിലും പ്രതിഷേധത്തിലും സമ്മേളനത്തിന്റെ അവസാന ദിവസവും ഇരുസഭകളും പ്രക്ഷുബ്ധമായി. ഇന്ന് വിജയ് ചൌക്കിൽ നിന്ന് പ്രതിഷേധ പ്രകടനവുമായാണ് പ്രതിപക്ഷം പാർലമെന്റിലെത്തിയത്. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ BJPയും പ്രതിഷേധിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള പ്രമേയം ഇരുസഭകളും പാസാക്കി. ഏതാനും മിനിറ്റുകൾ മാത്രം സമ്മേളിച്ച ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, അങ്ങനെ ശീതകാല സമ്മേളനത്തിന് അങ്ങേ വലിയ നാടകീയ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സമ്മേളന കാലയളവാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിച്ചു. അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള പ്രമേയവും ഇന്ന് പാസ്സാക്കി. 35 അംഗങ്ങളുള്ള ഒരു സമിതി അതിനായി തീരുമാനിക്കുകയും ചെയ്തു. ഈ സമ്മേളന കാലത്തിന് ശേഷം എന്തായിരിക്കും പ്രതിപക്ഷ നീക്കം? എങ്ങനെയാണ് സഭയ്ക്ക് പുറത്തേക്ക് ഈ വിഷയം കൊണ്ടുപോവുക? BJP NDA അതിനെ എങ്ങനെ നേരിടും? വിജയകുമാർ, പാർലമെന്റിന്റെ ചരിത്രപരമായ ഒരു ശീതകാല സമ്മേളനമാണ് ഇന്ന് സമാപിച്ചത്. 20 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിന്റെ 4 ദിവസം ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങൾ പൂർണ്ണമായും തന്നെ പ്രതിഷേധത്തിൽ മുങ്ങിയതായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒപ്പം തന്നെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ആ ഘട്ടത്തിൽ നടന്ന ചർച്ചകൾ, വോട്ടെടുപ്പ് അടക്കമുള്ളവ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതാണ്. ഒപ്പം തന്നെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ, കയ്യാങ്കളി എന്നിവയാണ് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ അത്തരത്തിലുള്ള മുഖാമുഖം പ്രതിഷേധിക്കുന്നതിനും അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ ചെന്നെത്തിച്ചതും ഈ ശീതകാല സമ്മേളനത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർച്ചയാണ് ഇന്ന് പാർലമെന്റിനും പരിസരത്തും കണ്ടത്. വിജയ് ചൌക്കിൽ ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ സഖ്യം ഒത്തുകൂടി പ്രതിഷേധിച്ച് മാർച്ച് ചെയ്താണ് പാർലമെന്റിലേക്ക് നീങ്ങിയത്. ഭരണപക്ഷം പാർലമെന്റ് വളപ്പിനകത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും ഇന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി. അതിനുശേഷം ഇരുസഭകളും നിമിഷങ്ങൾ മാത്രം സമ്മേളിച്ച് ഏറ്റവും പ്രസക്തമായ കടമകൾ നിർവഹിച്ച് ഇരുസഭകളും പിരിയുകയായിരുന്നു. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് JPCക്ക് വിടുന്ന പ്രമേയം ഇരുസഭകളിലും പാസാക്കി. നേരത്തെ നിശ്ചയിച്ച അംഗസംഖ്യയിൽ നിന്നും വർധനവുണ്ടായിരിക്കുന്നു. 8 അംഗങ്ങൾ കൂടി കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ട് 39 അംഗ JPC ആയിരിക്കും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പരിഗണിക്കുക. ഇനി ഈ പ്രതിഷേധങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവസാന ദിവസം തന്നെ ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഇന്ത്യ സഖ്യം പാർലമെന്റിന് പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധങ്ങൾ ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോവുക, തെരുവുകളിലേക്ക് പ്രതിഷേധം എത്തിക്കുക, അംബേദ്കറിനെതിരായി ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്കുകൾ അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇതിന് എതിരായ പ്രചരണമാണ് BJP ആസൂത്രണം
ചെയ്യുന്നത്. സഭയ്ക്കകത്തും പുറത്തും ഈ പ്രചരണം പുതിയ ഒരു പ്രചരണ രീതി തന്നെ BJP ആസൂത്രണം ചെയ്യും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം, കഴിഞ്ഞ ദിവസം സഭയിൽ കവാടത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ BJP പ്രചരണമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ കോൺഗ്രസ് ഭരിച്ച സർക്കാരുകളുടെ കാലത്ത് BR അംബേദ്കറിന് എതിരായി സ്വീകരിച്ച നടപടികൾ, നെഹ്റുവുമായുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത, അംബേദ്കറിന് ഭാരതരത്നം നൽകാതിരുന്നത് അടക്കമുള്ള വിഷയങ്ങൾ സജീവ പ്രചരണമാക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഈ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കൂടിയാലോചനകൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, ഇനി സഭയ്ക്ക് പുറത്താണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിയും NDA സഖ്യവും. അത് പുറത്ത് ജനങ്ങൾക്കിടയിൽ എങ്ങനെ ചർച്ചയാക്കും എന്നതിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ചു. 89 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഗുരുഗ്രാമിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. INLD നേതാവായ ഓം പ്രകാശ് ചൗട്ടാല 4 തവണ ഹരിയാന മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, ഹരിയാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലെയും ഗതിവിഗതികളെ നിർണയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ ഒരു കാരണവർ എന്ന് നമുക്ക് ഓം പ്രകാശ് ചൗട്ടാലയെ എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാം, അല്ലേ? തീർച്ചയായും വിജയകുമാർ. സമീപകാലത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായി എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും രാഷ്ട്രീയമായ നിർണയിച്ച ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ തന്നെ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം തന്നെയായിരുന്നു. ഈ ഓം പ്രകാശ് ചൗട്ടാലയെ സംബന്ധിച്ചിടത്തോളം ഒരു തികഞ്ഞ പ്രായോഗിക രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലായിരിക്കും അദ്ദേഹത്തെ രാജ്യം തന്നെ വിലയിരുത്തുക. 4 തവണ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി അദ്ദേഹം, 3 തവണ ഹ്രസ്വമായ കാലയളവിലായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ അവസാന കാലഘട്ടം 5 വർഷം തികച്ച് അദ്ദേഹം ഭരിച്ചു. ഒപ്പം ഒട്ടേറെ വിവാദങ്ങളിലും ഉൾപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഓം പ്രകാശ് ചൗട്ടാല. ഒടുവിൽ തിഹാർ ജയിലിലെ ഏറ്റവും പ്രായമേറിയ തടവുകാരൻ, 87-ാം വയസ്സിലും അദ്ദേഹം തിഹാർ ജയിലിലായിരുന്നു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. ഈ ഹരിയാന രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഏത് കാലഘട്ടത്തിലും. ഒപ്പം തന്നെ അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് 89 കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ പിതാവ് ചൗധരി ദേവിലാൽ ഉപപ്രധാനമന്ത്രിയായ ഘട്ടത്തിലാണ് പകരമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. പിന്നീട് 3 തവണ കൂടി അദ്ദേഹം ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റു. അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചതും ഒപ്പം തന്നെ വേട്ടയാടിയ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളുമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായത് എങ്കിൽ പോലും ഹരിയാന പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ശക്തിയായിരുന്നു അദ്ദേഹം. ഇക്കഴിഞ്ഞ ഹരിയാന തിരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന്റെ പാർട്ടി INLD സമാഹരിച്ച വോട്ടുകൾ അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രസക്തി വ്യക്തമാക്കുന്നതാണ്. പാർട്ടിക്കുള്ളിലെ പിളർപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗുരുഗ്രാമിലെ വസതിയിൽ വെച്ചാണ് 89-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ ഏറെക്കാലമായി അലട്ടിയിരുന്നു. വിജയകുമാർ. യെസ്, ആരോപണങ്ങൾ ഏറെയുണ്ട്, അഴിമതി ആരോപണങ്ങൾ ഏറെയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഓം പ്രകാശ് ചൗട്ടാല ഹരിയാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഡൽഹി രാഷ്ട്രീയത്തിലും ഒരു ഘട്ടത്തിൽ നിർണായകമായിരുന്നു. താऊ ദേവിലാൽ, ഓം പ്രകാശ് ചൗട്ടാല, അജയ് ചൗട്ടാല, അഭയ് ചൗട്ടാല, ദുഷ്യന്ത്, അങ്ങനെ ആ രാഷ്ട്രീയ കുടുംബമാണ് യഥാർത്ഥത്തിൽ ദേവിലാലിൻ്റെ കുടുംബം. അത് ഹരിയാന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഡൽഹി രാഷ്ട്രീയത്തിലൊക്കെ എക്കാലവും നിർണായകവുമായിരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാൻ ശുപാർശ. പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടാനാണ് ശുപാർശ. 24 ഇമ്പാക്ട്. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ 6 പേർക്കെതിരെയാണ് കർശന നടപടിക്ക് ശുപാർശ. പാർട്ട് ടൈം സ്വീപ്പർമാരായ 6 പേരെ പിരിച്ചുവിടാൻ പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ശുപാർശ ചെയ്തു. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. 6 പേരും ക്ഷേമ പെൻഷൻ ബോധപൂർവം തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തൽ. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്ന ഇവർ ജോലി ലഭിച്ച ശേഷവും ഇക്കാര്യം മറച്ചുവെച്ച് ക്ഷേമ പെൻഷൻ വാങ്ങിപ്പോന്നിരുന്നു. ഇതാണ് കർശന നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിലേക്ക് എത്തിയത്. പിരിച്ചുവിടൽ ശുപാർശ സർക്കാർ അംഗീകരിച്ചാൽ മറ്റു വകുപ്പുകളും ഇതേ നടപടി പിന്തുടരേണ്ടി വരും. കൃഷി വകുപ്പിലെ 6 പേരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യവകുപ്പിലുമാണ് ക്ഷേമ പെൻഷൻ തട്ടിയവരിൽ കൂടുതൽ പേർ. 24 തിരുവനന്തപുരം.
നമ്മൾ നേരത്തെ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. തൃശൂർ ചാലക്കുടിയിൽ UKG വിദ്യാർത്ഥി അധ്യാപിക മൊബൈൽ ഫോൺ കൊണ്ട് തലക്കടിച്ചതായി പരാതി. നായരങ്ങാടി കമ്മളം വിദ്യാഭവൻ LP സ്കൂളിലെ അധ്യാപികക്കെതിരെയാണ് പരാതി. എന്താ കൂട്ടം ഉണ്ടായ? ടീച്ചർ എന്നിട്ട് ചെയ്തത്? ടീച്ചർ മൊബൈലുണ്ടോ? തലക്കടിച്ചു? കുട്ടനെ വേദന എടുത്താ? എൻ്റെ കുട്ടൻ എന്ത് ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ല, ബെഞ്ച് പഠിക്കാൻ പോയതാ. സ്കൂളിൽ എന്താ നടന്നേ? സ്കൂളില് കുട്ടിയോട് ഇരിക്കാനായിട്ട് പറഞ്ഞപ്പോഴേ കുട്ടി ഇങ്ങനെ ഓടി നടന്നപ്പോ ഇരിക്കാനായിട്ട് പറഞ്ഞപ്പോ ടീച്ചർ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നേ. അപ്പൊ ഫോൺ തലയിൽ ഇങ്ങനെ കൊണ്ടു. അപ്പൊ അങ്ങനെ കൊണ്ടപ്പോ തല മുഴച്ചണ്ടല്ലോ. തല കുറച്ച് മുഴച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ടീച്ചർ ചോദിച്ചു വേദന ഉണ്ടെന്ന് വെച്ചപ്പോ ഇല്ലാന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഗാർഡിയൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആള് വന്നപ്പോ ഞങ്ങള് കടത്തിയൊന്നും വിട്ടില്ല, ആള് പോണ്ട. അപ്പൊ ടീച്ചറാണെങ്കിൽ കുറച്ച് 3 മണിക്ക് പോയിരുന്നു. അപ്പൊ ഗാർഡിയന് ഞങ്ങളെ ടീച്ചേഴ്സ് ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തേ. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇതിൽ ഈ കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ അതിൻ്റെ രക്ഷകർത്താവ് സ്കൂളിൽ എത്തിയിരുന്നു, ഈ വിഷയത്തിൽ ഇടപെട്ടു, അക്കാര്യമൊക്കെയാണ് അധ്യാപിക മറ്റാരോടോ സംസാരിക്കുന്നതായി കേട്ടതല്ലേ? ഈ കുട്ടികൾക്ക് എതിരെ ക്രൂരമായി പെരുമാറുന്നവർക്കാകെ മാതൃകയാവേണ്ട ഒരു ശിക്ഷ അല്പസമയത്തിനകം ഇടുക്കിയിലെ തൊടുപുഴയിലെ കോടതിയിൽ നിന്ന് വരാനിരിക്കുകയാണ്. നമ്മളത് പലതവണ ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. അതിനിടെയാണ് ഇങ്ങനൊരു സംഭവം കൂടി. എന്താണ് മറ്റു വിവരങ്ങൾ സൂരജ്? വിജയകുമാർ, സ്കൂൾ അധികൃതർ ചാലക്കുടിയിലെ നമ്മുടെ പ്രതിനിധിയുമായി സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ ഇത്തരത്തിൽ ഫോൺ കൊണ്ട് കുട്ടിയുടെ തലക്കടിച്ചിട്ടുണ്ട് എന്ന വിവരം സ്ഥിരീകരിക്കുകയാണ്. കുടുംബം ഇത് സംബന്ധിച്ച് ഇന്ന് ചാലക്കുടി ഡിവൈഎസ്പിക്കും അതുപോലെ തന്നെ ഈ ചൈൽഡ് ലൈനും അടക്കം പരാതിയായി തന്നെ ഈ സംഭവം നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് UKG വിദ്യാർത്ഥിയോട് ഈ ബെഞ്ചിലിരിക്കാൻ ടീച്ചർ ആവശ്യപ്പെട്ടപ്പോൾ ഈ കുട്ടി ബെഞ്ചിലിരുന്നില്ല, ഓടി നടന്നതിന്റെ പേരിൽ ആ സമയത്ത് ടീച്ചറുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ഫോൺ കൊണ്ട് കുട്ടിയുടെ തലക്കടിക്കുക ായിരുന്നു. കുട്ടി പിന്നീട് ഈ ആ സമയത്ത് വേദന എടുത്തെങ്കിലും കുട്ടി പിന്നീട് ഇത് ആരോടും പറഞ്ഞില്ല. വീട്ടിലെത്തിയ സമയത്ത് തല മുഴച്ചിരിക്കുന്നത് കണ്ടാണ് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നതും. കുട്ടി തല വേദനിക്കുന്നു എന്ന് വീട്ടുകാരോട് പറയുകയും ചെയ്തു. പിന്നീട് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് കാണിച്ചു, ഡോക്ടറെ ചികിത്സ തേടി. ഇതിനുശേഷം പിതാവ് സ്കൂളിലെത്തി സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തി. ഇങ്ങനൊരു പരാതിയുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർ ആ പരാതി പോലും കേൾക്കാൻ തയ്യാറായില്ല. അധ്യാപികക്കെതിരെ ഒരു നടപടിക്കോ അല്ലെങ്കിൽ അധ്യാപികയെ വിളിച്ചു വരുത്തുന്നതിന് ഒന്നും തയ്യാറായില്ല. അത് കഴിഞ്ഞ് കുടുംബം ഈ വിഷയത്തിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് കരുതി ഇന്ന് രാവിലെ 10 മണി വരെ കാത്തിരുന്നു. പക്ഷേ സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ ഒരു മറുപടി പോലും കുടുംബത്തിന് നൽകിയില്ല. ഇതോടുകൂടിയാണ് ഡിവൈഎസ്പി ഓഫീസിലും ചൈൽഡ് ലൈനിലും അടക്കം കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. കുട്ടിയുടെ തലയിൽ ഈ മൊബൈൽ ഫോൺ കൊണ്ട് അടിച്ചതിനെ തുടർന്ന് തല ഈ മുഴച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത്. അത് സ്കൂൾ അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ടീച്ചർ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഈ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കൊണ്ട് കുട്ടിയുടെ തലക്കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്ന വിവരം. എന്തായാലും ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ PTA ചേർന്നിട്ടുണ്ട്. ടീച്ചർക്കെതിരെ നടപടിയെടുക്കുന്ന അടക്കം PTAയുടെ പരിഗണനയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ, ഈ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ സൂരജ്? ഇന്നലെ തന്നെ കുടുംബം ഇത് സംബന്ധിച്ച് ചാലക്കുടി സ്റ്റേഷനിലെത്തി വിവരം ധരിപ്പിച്ചതാണ്. പക്ഷേ ഒരു പ്രാഥമിക അന്വേഷണത്തിന് പോലും പോലീസ് തയ്യാറായില്ല. ഇന്ന് ചാലക്കുടി സ്റ്റേഷനിലെത്തി ഈ പരാതി കൊടുത്ത സമയത്ത് പോലീസ് പറഞ്ഞത് ഈ പരാതി നിങ്ങൾ സ്കൂളിൽ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാലക്കുടി പോലീസ് ഇവരെ മടക്കി അയക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടിയാണ് ഇവർ ചൈൽഡ് ലൈനിലും അതുപോലെ തന്നെ ചാലക്കുടി ഡിവൈഎസ്പിക്ക് കൂടി ഈ പരാതി കൈമാറുന്ന ഒരു നടപടി സ്വീകരിച്ചു. ശരിക്കും ചാലക്കുടി പോലീസ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ആക്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ചാലക്കുടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടായില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഡിവൈഎസ്പിക്ക് അടക്കം കുടുംബം ഇതിനോടകം തന്നെ ചാലക്കുടി ഡിവൈഎസ്പിക്ക് അടക്കം കുടുംബം ഇതിനോടകം തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഒരു കൊച്ചു കുട്ടിയാണ്, 6 വയസ്സുള്ള കുട്ടിയോട് ബെഞ്ചിലിരിക്കാൻ പറയുമ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും എണീറ്റ് പോകുന്നതൊക്കെ ആ പ്രായത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ് വിജയകുമാർ. അത് കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണ് കുട്ടികൾ പെരുമാറുക. അതിന്റെ പേരിൽ കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയുടെ തലക്കടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല ഈ അധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇവർ ഈ കുടുംബമായി സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പരാതി കേൾക്കുന്നതിനോ പോലും സ്കൂൾ അധികൃതർ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. ഇന്നലെ കുടുംബം ആവശ്യപ്പെട്ടത് ഈ അധ്യാപികയെ നേരിൽ കാണണം, എന്താണ് സംഭവിച്ചതെന്ന് ഈ അധ്യാപികയോട് ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ ഈ സ്കൂളിൽ ഏറെ നേരം കാത്തിരുന്നു. പക്ഷേ ഈ 3 മണിയോടുകൂടി വീട്ടിലേക്ക് പോയ അധ്യാപിക മടങ്ങി വന്നില്ല എന്ന് മാത്രമല്ല ഇവർക്ക് കൃത്യമായ ഒരു മറുപടി പോലും നൽകിയില്ല. ഈ സ്കൂൾ അധികൃതർ അടക്കം ഈ വിഷയത്തിൽ ഒരു നിസ്സംഗതാ മനോഭാവം നടിച്ചതോടുകൂടിയാണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകാൻ കുടുംബം തീരുമാനിച്ചത്. ഔദ്യോഗികമായി തന്നെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നു, ചൈൽഡ് ലൈന് പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എന്തായാലും സ്കൂൾ അധികൃതർ നിലവിൽ PTA യോഗം വിളിച്ചിട്ടുണ്ട്. വിജയകുമാർ,
യെസ്, ഒടുവിൽ പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് ആ പരാതി പ്രാഥമിക പരിശോധന പോലും നടത്താതെ മടക്കി അയക്കുന്നു. സ്കൂളിൽ പരാതി പറയൂ എന്ന് പറയുന്നു. സ്കൂളിൽ പരാതി പറഞ്ഞിട്ടൊരു കാര്യവും ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ വാർത്തയൊക്കെ ആയപ്പോൾ PTA യോഗമൊക്കെ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ അറിയിക്കുന്നത്. അവർ സമ്മതിക്കുന്നുണ്ട് ഈ അധ്യാപിക കുട്ടിയുടെ തലയിൽ ഫോൺ കൊണ്ട് അടിച്ചു എന്നത് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിക്ക് ഈ മണിക്കൂർ വരെ, ഈ സമയം വരെ അവർ തയ്യാറായിട്ടില്ല എന്നതാണ് അത്ഭുതം. പോലീസും ഏതാണ്ട് നിസ്സംഗത കാണിക്കുകയാണ് ഈ പരാതിയിൽ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. ചീഫ് സെക്രട്ടറിക്കെതിരെ അസാധാരണ നീക്കവുമായി സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്ത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും വ്യാജരേഖ ചമയ്ക്കലും ക്രിമിനൽ ഗൂഢാലോചന ആരോപിച്ച് A ജയതിലക്, K ഗോപാലകൃഷ്ണൻ എന്നീ ഉദ്യോഗസ്ഥർക്കും N പ്രശാന്ത് വക്കീൽ നോട്ടീസ് അയച്ചു. സംസ്ഥാന ചരിത്രത്തിൽ ഇതാദ്യമായാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഇത്തരത്തിലുള്ള നീക്കം. സർക്കാരിലെ ഉന്നതി എന്ന സ്ഥാപനത്തിന് തലപ്പത്തിരുന്ന കാലത്ത് ഫയലുകൾ കാണാതായെന്നും ഹാജരിൽ ക്രമക്കേടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് N പ്രശാന്ത് IASനെതിരെ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. സർക്കാർ നിർദ്ദേശമില്ലാതെ തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യാജരേഖയാണെന്നാണ് വക്കീൽ നോട്ടീസിൽ N പ്രശാന്ത് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. തനിക്ക് പിന്നാലെ ഉന്നതിയുടെ CEO ആയി വന്ന K ഗോപാലകൃഷ്ണന് എല്ലാ ഫയലുകളും കൈമാറിയിട്ടും അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദിനപത്രത്തിൽ വാർത്തയായി വന്നത്. എല്ലാ രേഖകളും കൈമാറിയില്ലെന്ന റിപ്പോർട്ട് A ജയതിലകും K ഗോപാലകൃഷ്ണൻ ചേർന്ന് തയ്യാറാക്കിയതാണെന്നാണ് പ്രശാന്തിന്റെ പരാതി. ജയതിലകിന്റെ ഓഫീസിൽ നിന്നാണ് കത്തും റിപ്പോർട്ടും സർക്കാരിന്റെ ഈ ഓഫീസിലേക്ക് അപ്ലോഡ് ചെയ്തത്. കത്തിലും റിപ്പോർട്ടിലും നമ്പറുകളോ തീയതികളോ ഇല്ല. ഇതാണ് റിപ്പോർട്ട് വ്യാജരേഖയെന്ന് പ്രശാന്ത് പറയുന്നതിന്റെ അടിസ്ഥാനം. വ്യാജരേഖ ചമയ്ക്കൽ, ഔദ്യോഗിക രേഖയിൽ കൃത്രിമം കാണിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നിവ ഉൾപ്പെടുത്തിയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വ്യാജരേഖ ചമച്ച വിവരം നവംബർ 14 തന്നെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വ്യാജരേഖ ചമച്ചതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രശാന്ത് കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. മന്ത്രിമാറ്റത്തിൽ ഭിന്നത മുറുകിയതോടെ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരായ നീക്കം ശക്തമാക്കുകയാണ് K ശശീന്ദ്രൻ. തന്നെ അനുകൂലിക്കുന്നവരുടെ യോഗം വിളിച്ചു ചേർത്ത് ഭാവി പരിപാടികൾ ആലോചിക്കാനാണ് ശശീന്ദ്രന്റെ തീരുമാനം. തോമസ് K തോമസ് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ നിലപാട് വ്യക്തമാക്കാനാണ് ചാക്കോ പക്ഷത്തെ ആലോചന. രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന മന്ത്രിമാറ്റം അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് വഷളാക്കിയത് സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ആണെന്നാണ് AK ശശീന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നത്. പകരം മന്ത്രിസ്ഥാനം ലഭിക്കില്ലെന്ന് വ്യക്തമായിട്ടും ശശീന്ദ്രൻ രാജിവെക്കണമെന്ന നിലപാട് ചാക്കോയുടെ വ്യക്തിപരമായ താല്പര്യമാണെന്നും വിമർശനമുണ്ട്. ഈ സാഹചര്യത്തിലാണ് PC ചാക്കോയുടെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ നീങ്ങാൻ AK ശശീന്ദ്രൻ പക്ഷം ആലോചിക്കുന്നത്. ഇന്ന് തൃശ്ശൂരിൽ യോഗം ചേർന്ന് ഭാവി പദ്ധതികൾ തയ്യാറാക്കാൻ ധാരണയായിരുന്നു. സമാന്തര യോഗം നടക്കുന്ന വിവരം 24 പുറത്തുവിട്ടതോടെ ശശീന്ദ്രൻ പക്ഷം യോഗം മാറ്റിവെച്ചു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് യോഗം മാറ്റിയത്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. 23 യോഗം ചേരുന്നതാണ് പരിഗണനയിലുള്ളത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് മന്ത്രിസ്ഥാനത്തിനുള്ള തടസ്സം നീക്കാനാണ് തോമസ് K തോമസിന്റെ ശ്രമം. എനിക്കൊന്നത് കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ടെന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അവർ തന്നെ സംസാരിച്ച് അതിനൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇങ്ങനെ 2.5 വർഷം കൊണ്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് അത് ആ രീതിയിൽ നടക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുമുണ്ട്. തോമസ് K തോമസിന് മന്ത്രിസ്ഥാനം ലഭിക്കാത്ത പക്ഷം കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് PC ചാക്കോയുടെ നിലപാട്. തോമസ് K തോമസ് മുഖ്യമന്ത്രി കണ്ട് തീരുമാനം പറഞ്ഞ ശേഷം നിലപാട് സ്വീകരിക്കാനാണ് ധാരണ. 24 തിരുവനന്തപുരം. ഇനി നോക്കാം ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പ്രമുഖ അമ്യൂസ്മെന്റ് പാർക്ക് വണ്ടർലയുടെ ഭാഗ്യചിഹ്നം ചിക്കു ഇനി പുതിയ രൂപത്തിൽ. CGI സ്റ്റുഡിയോ റെഡ് റയോണുമായി സഹകരിച്ചാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു വൈൽഡ് റൈഡ് പുറത്തിറക്കിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട ഭാഗ്യചിഹ്നമായ ചിക്കുവിന്റെ പുതിയ രൂപം പുറത്തിറക്കിയിരിക്കുകയാണ് വണ്ടർല. യുവാക്കളുടെ താല്പര്യം കണക്കിലെടുത്താണ് പുതിയ രൂപം തയ്യാറാക്കിയിരിക്കുന്നത്. രൂപമാറ്റത്തിന് പുറമെ ലോകപ്രശസ്ത CGI സ്റ്റുഡിയോ
റെഡ് റയോണുമായി സഹകരിച്ചാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു വൈൽഡ് റൈഡ് പുറത്തിറക്കിയത്. ഇതിനു പുറമെ ഇന്ററാക്റ്റീവ് സിനിമയും പുറത്തിറക്കി. ആകർഷകമായ പുതിയ കഥയും അത്യാധുനിക ദൃശ്യങ്ങളുമാണ് പ്രത്യേകത. ചിക്കുവിന്റെ സാഹസികതകളെ യുവാക്കളിലെത്തിക്കുകയാണ് ലക്ഷ്യം. വണ്ടർല മാനേജിംഗ് ഡയറക്ടർ അരുൺ കെ ചിറ്റിലപ്പിള്ളി, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ധീരൻ ചൌധരി, റെഡ് റയോൺ സിഇഒ സാൽവോ ഫലിക്ക എന്നിവർ ചടങ്ങിൽ ഭാഗമായി. Chiku more contemporary and more in tune with today's kids and youth. So that's the reason for doing this. And we wanted to freshen the ride and make it more contemporary. കൊച്ചി. മിഷൻ ചെങ്ങന്നൂരിന്റെ നേതൃത്വത്തിൽ മനുഷ്യ ക്രിസ്മസ് ട്രീയുടെ 10ാമത് വാർഷിക ദിനം ആഘോഷിച്ചു. 2015 ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹമായ മനുഷ്യ ക്രിസ്മസ് ട്രീയുടെ പ്രതീകാത്മക പുനർനിർമ്മിതിയുടെ വാർഷിക ദിനമാണ് നടന്നത്. ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മിഷൻ ചെങ്ങന്നൂർ ചെയർപേഴ്സൺ ശോഭന ജോർജ് നേതൃത്വം നൽകി. നഗരസഭാ അധ്യക്ഷ ശോഭ വർഗീസ്, നഗരസഭാ മുൻ ചെയർപേഴ്സൺ വത്സമ്മ എബ്രഹാം, മിഷൻ ചെങ്ങന്നൂർ സെക്രട്ടറി സജി പാറപ്പുറം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബഥേൽ ജംഗ്ഷനിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് വിളംബര ഘോഷയാത്ര നടന്നു. മിഷൻ ചെങ്ങന്നൂർ ഗായക സംഘം അവതരിപ്പിച്ച ഗാനസന്ധ്യയും ആലപ്പുഴ റെയ്ബാൻ ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കലാഭവൻ മണി സേവന സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ദൃശ്യമാധ്യമ പുരസ്കാരത്തിൽ തിളങ്ങി 24ഉം ഫ്ലവേഴ്സും. ജനപ്രിയ വാർത്താ അവതാരകനുള്ള പുരസ്കാരം 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിന് ലഭിച്ചു. ഫ്ലവേഴ്സിലെ ഇത് ഐറ്റം വേറെ എന്ന പരിപാടിയാണ് ജനപ്രിയ കോമഡി ഷോ. ഇത് ഐറ്റം വേറെ എന്ന പരിപാടിയുടെ അവതാരകൻ ജീവ ജോസഫ് ആണ് മികച്ച ജനപ്രിയ കോമഡി പ്രോഗ്രാം അവതാരകൻ. മോസ്റ്റ് വൈറൽ പെർഫോമൻസ് പ്രോഗ്രാമിനുള്ള പുരസ്കാരം ഇത് ഐറ്റം വേറെ പരിപാടിയിലെ സുജിത് കോന്നി, രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ഉദിമൂട് എന്നിവർ അർഹരായി. ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈഫ് പരിപാടിയാണ് മികച്ച ഫാമിലി മ്യൂസിക് ഷോ. രാകേഷ് പനയാലാണ് പരിപാടിയുടെ പ്രൊഡ്യൂസർ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.